Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ഇത് കണ്ടോ, നല്ല പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒഴിച്ചുകറിയാണ്. പരിപ്പും റാഡിഷും ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. റാഡിഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 റാഡിഷ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണിത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ റാഡിഷും പരിപ്പും ചേർത്തൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പരിപ്പ് വേഗം തന്നെ കുക്കായി കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ റാഡിഷിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഇല്ലെങ്കിൽ പരിപ്പ് വേവാൻ സമയം എടുക്കുന്നതാണെങ്കിൽ റാഡിഷ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുക, പരിപ്പ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം റാഡിഷ് ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് സോക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ റാഡിഷ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ നേരത്തെ പരിപ്പ് കുക്ക് ചെയ്ത കുക്കറാണിത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും കുറച്ച് പരിപ്പുണ്ട്, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ പരിപ്പ് കുക്കായത്. അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ പരിപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റാഡിഷും കൂടി ചേർക്കാം. നമുക്കിപ്പോൾ റാഡിഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകരം ക്യാരറ്റ് ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. എല്ലാവർക്കും റാഡിഷ് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. റാഡിഷിനും പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇത് മതി. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം 2 വിസിൽ വരുന്നവരെ. അതിനുശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമുക്ക് റാഡിഷിന്റെയും പരിപ്പിന്റെയും കൂടെ ചേർത്ത് വേവിക്കണം എന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 3 അല്ലി വെളുത്തുള്ളി അതും അരച്ച് ചേർക്കാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം, ക്യൂമിൻ സീഡ്സ് 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് അരപ്പിനൊരു കളർ ഉണ്ടാവാനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ കഷ്ണങ്ങൾ കുക്കായി കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസും പരിപ്പും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യാം. കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനിയിപ്പോൾ കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് കറി കുറുകി പോയിട്ട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. കുറച്ച് തിക്കായിട്ടുള്ള, ഒരുപാട് തിക്കായിട്ടുള്ള. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പൊന്ന് ഉടഞ്ഞു വരുമ്പോൾ നന്നായിട്ട് തിക്കായി വരും, റാഡിഷും ഉടഞ്ഞു വരും നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പരിപ്പ് കറി എപ്പോൾ വയ്ക്കുമ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ വയ്ക്കുക. ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് ലൂസായിട്ട് വയ്ക്കുക. ഒഴിച്ചെറിയായിട്ട് വയ്ക്കുമ്പോൾ അത് കുറുകി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൂസായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. റാഡിഷൊക്കെ ഉടച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ ഉടഞ്ഞു വരുന്നത് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള ഒരു കറി റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ പൊതുവെയുള്ള ഒഴിച്ചുകറികൾ കൂടുതലും മഞ്ഞ കളർ തന്നെയാണ്. അപ്പോൾ ഇതും ഒരു മഞ്ഞ കളറിലെ കറിയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരപ്പ് കുക്കായി വരട്ടെ.
അരപ്പിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി കേട്ടോ. അരപ്പെന്ന് വെച്ചാൽ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. അപ്പോൾ അരപ്പ് കുക്കായിക്കോളും. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് വരരുത്, അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ ഈ ഒരു കറിയിൽ. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തതല്ലേ, ആ വെളുത്തുള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ തിളച്ചു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൺചട്ടിയിലൊക്കെയാണ് കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് കറി തിളച്ചു വരും. അപ്പോൾ നമ്മൾ കറി ഓഫ് ചെയ്താലും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സമയത്തേക്ക്, ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറിയുടെ ആ ഒരു തിള മാറിക്കിട്ടും. ഇനി ഞാനിതിലേക്ക് വറവ് ചേർക്കാൻ പോവാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. വേറെ പാൻ വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇവിടെ കുറച്ച് മുളക് തരികളൊക്കെ കാണാം. ഞാൻ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത കറി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റൗ നല്ല ചൂടായിരുന്നു. അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്തിട്ടില്ല. അതിൻ്റെ മുളകിൻ്റെ തരികളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഒന്നും പറയരുത്. എപ്പോഴും നമ്മൾ സ്റ്റൗ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇടാറ്. അപ്പോൾ ചൂടോടുകൂടി ഗ്യാസ് സ്റ്റൗ തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗ പൊട്ടിപ്പോവും. അപ്പോൾ പാനൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് മതി, അധികം വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളക് വേണം, അതുപോലെ തന്നെ കറിവേപ്പിലയും വേണം. പിന്നെ ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ മാത്രം വറ്റൽമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് കരിഞ്ഞു പോവില്ല. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി നല്ല ഭംഗിയുള്ള കളറിലായി കഴിഞ്ഞു. നല്ല മഞ്ഞയിലേക്ക് ആ കടുകിൻ്റെ കളറും വറ്റൽമുളകിൻ്റെ കളറും കറിവേപ്പിലയുടെ കളറും എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു കറികൾക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.